നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്ന് വിളിക്കപ്പെടുന്ന രാഹുൽ തന്റെ ജീവിതകഥ വെളിപ്പെടുത്തിയെത്തിയിരുന്നു. അച്ഛന്റെ 3 വിവാഹങ്ങളെക്കുറിച്ചും ആ സമയങ്ങളിൽ താൻ അനുഭവിച്ച ഒറ്റപ്പെടലിനെ കുറിച്ചും രേണുവും കുടുംബവും കാരണം നേരിടേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചുമെല്ലാം കിച്ചു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി തന്റെ ജീവിതകഥ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയതിന് പിന്നാലെ രേണു സുധിക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നു. താൻ കുട്ടിക്കാലത്ത് നേരിട്ട ഒറ്റപ്പെടലും അവഗണനയും ഒക്കെയാണ് കിച്ചു വീഡിയോയിലൂടെ പങ്കുവച്ചത്. പിന്നാലെ സുധിച്ചേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ രേണു സുധി പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ കിച്ചു വീണ്ടും പങ്കുവച്ച വീഡിയോ വീണ്ടും ചർച്ചയാവുകയാണ്. കിച്ചുവിന്റെ പുതിയ ആരോപണങ്ങൾ ഇങ്ങനെ: തനിക്കെതിരെ വരും ദിവസങ്ങളിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കിച്ചു പറയുന്നു. താൻ സ്ത്രീകളെ പീഡിപ്പിച്ചെന്ന രീതിയിലുള്ള കള്ളക്കേസുകൾ പോലും കെട്ടിച്ചമച്ചേക്കാം. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അത് തുടരാമെന്നും താൻ അതിലൊന്നും തളരില്ലെന്നും കിച്ചു വ്യക്തമാക്കി. നിലവിൽ താൻ സുരക്ഷിതനും സന്തോഷവാനുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നവർക്കും പിന്തുണ നൽകിയവർക്കും കിച്ചു നന്ദി അറിയിക്കുന്നുണ്ട്. എന്നാൽ രേണുവിനെതിരെ കിച്ചു സംസാരിച്ചതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നും കിച്ചുവിനെ ആരോ മാനിപ്പുലേറ്റ് ചെയ്തതാകാമെന്നും ഒക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾ കിച്ചു തള്ളി. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ താൻ ഇക്കാര്യങ്ങളൊക്കെ പറയാതിരുന്നതെന്നും കിച്ചു വിശദീകരിക്കുന്നുണ്ട്. കിച്ചുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്കിപ്പോൾ ധാരാളം കോളുകളും മെസ്സേജുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാണതെന്ന്. ഞാൻ ഇപ്പോൾ ഓക്കെയാണ്. വേറെ പ്രശ്നമൊന്നും ഇല്ല. എനിക്ക് പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊന്നും എന്നെ യാതൊരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. കോളും മെസ്സേജുകളും ധാരാളമായി വരുന്നത് കൊണ്ടാണ് ലൈവായി വന്ന് സംസാരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കുറിച്ച് പല ന്യൂസുകളും വരാം. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കില്ല. ചിലപ്പോൾ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് വരെ വാർത്തകൾ വന്നേക്കാം. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. ഞാൻ പറഞ്ഞതൊക്കെ എന്റെ ഭൂതകാലമാണ്. കൊല്ലത്തെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ ഇത്രയും പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ജീവിതത്തിൽ ഉണ്ടായ മൊത്തം കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നെ മനസ്സിലാക്കിയതിന് വളരെ നന്ദി. കുഴപ്പമില്ലാതെ വളരെ ഹാപ്പി ആയി പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താകുമെന്ന് അറിയില്ല. തന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തതൊന്നും അല്ല. അങ്ങനെയല്ല ഞാൻ വീഡിയോ പങ്കുവച്ചത്. ഇനി ഋതപ്പനെയൊക്കെ കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പേടിച്ചാണ് ഇതൊന്നും പറയാതെ ഇരുന്നത്. എന്തായാലും എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു എന്നാണ് കിച്ചു വീഡിയോയിൽ പറയുന്നത്. അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത്. ചില കമന്റുകൾ ഇങ്ങനെ: ഞങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ തോന്നിയതാ മോനെ. അനിയനെ കാണാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചാണ് മോൻ മിണ്ടാത്തതെന്ന്. അത് ഓർത്ത് മോൻ വിഷമിക്കേണ്ട. അവന് മോനെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നും. അവനും ഒരു സമയത്ത് എല്ലാം തിരിച്ചറിവുണ്ടാകും. അവൻ മോന്റെ അടുത്ത് തന്നെ വരും, ഉറപ്പ്. മോൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, പഠിക്കുക, നന്നായി ജീവിക്കുക. തിന്മയിലൂടെ നേടുന്ന പണവും പ്രശസ്തിയും ഒന്നും അധികം നിലനിൽക്കില്ല മോനെ. എല്ലാവരും താഴെ വരുന്ന ഒരു സമയം ഉണ്ടാകും. മോൻ ഹാപ്പി ആയിട്ടിരിക്കുക, തളർന്നു പോകരുത് മോനെ. നീ അനുഭവിച്ചത് നിന്റെ അനുഭവങ്ങളാണ്. ഒന്നും ഉണ്ടാക്കി പറയുന്നതായി തോന്നിയില്ല. ആരും പറഞ്ഞു പഠിപ്പിച്ചതായും തോന്നിയില്ല. ഇനിയും നന്നായി ജീവിക്കുക. തെറ്റ് മനസ്സിലാക്കി നീ തിരുത്തി. ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇനി ഉണ്ടാവരുത്. പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാത്തിനെയും ശരിയായ രീതിയിൽ മാത്രം ധൈര്യത്തോടെ നേരിടുക. നന്നായി പഠിക്കുക. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നല്ലൊരു ജോബ് നേടുക. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നാണ് ചിലർ കുറിക്കുന്നത്. അതേസമയം കൊല്ലം സുധിയെ വിമർശിച്ചുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് രേണുവിനേക്കാൾ കൂടുതൽ സുധിയോട് ആണ് ദേഷ്യം തോന്നുന്നത്. കാരണം ഒരു കുട്ടിയുണ്ട് എന്ന് അറിഞ്ഞിട്ടും അയാൾ ഒന്ന് പോകുമ്പോൾ ഒന്ന് എന്ന പോലെ ഓരോ പെണ്ണ് കെട്ടിപ്പോയി. അയാൾ ഈ കുട്ടിയെ കുറിച്ച് ഓർത്തില്ലേ? ഈ കുട്ടിയുടെ അമ്മ വീട്ടുകാരും ഈ കുട്ടിയെ കൊണ്ടുപോയില്ലേ? സുധി സ്റ്റേജിൽ വന്ന് വാവക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് അത്രയും നല്ലതാണെന്നാണ് പറഞ്ഞ് ഇത്രയും മാത്രം ഒറ്റപ്പെടൽ അനുഭവിച്ചുവെങ്കിൽ ഒരേ വീട്ടിലുള്ള അയാൾ ഇത് അറിയാതിരിക്കുമോ? ജനിപ്പിച്ച ആൾക്കില്ലാത്ത എന്ത് ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരിൽ കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നാണ് ഒരാൾക്ക് ചോദിച്ചത്. എന്തായാലും കിച്ചു ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളിൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കിച്ചുവിന്റെ മരിച്ചുപോയ അമ്മ ശാലിനിയെയും കിച്ചുവിന്റെ മകനായി പരിഗണിച്ച രേണു സുധിയെയുമാണ്. എന്നാൽ കൊല്ലം സുധിയാണ് ഇവരുടെ എല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഇവരെല്ലാം കടന്നു വന്ന പാതകൾ പരിശോധിക്കുമ്പോൾ കൊല്ലം സുധിയുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റ് കാണുന്നത്. കിച്ചുവിന് അമ്മ ശാലിനിയുമായി മരണം വരെ അടുപ്പമുണ്ടായിരുന്നില്ല. കുഞ്ഞായിരുന്നപ്പോൾ മകനെ തനിക്ക് അന്ന് ശാലിനി മറ്റൊരാൾക്കൊപ്പം പോയെന്നാണ് കൊല്ലം സുധി പറഞ്ഞത്. എന്നാൽ കൊല്ലം സുധിയെ രണ്ടാമത് വിവാഹം ചെയ്ത വീണ എസ് പിള്ള എന്ന സ്ത്രീ ഈ വാദം അംഗീകരിക്കുന്നില്ല. കിച്ചുവിനെ ഉപേക്ഷിച്ചല്ല അമ്മ ശാലിനി പോയതെന്ന് ഇവർ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. സ്നേഹിച്ച ആൾക്കൊപ്പം അവൾ പോയി. കുഞ്ഞിനെയും കൊണ്ടാണ് ആദ്യം പോയത്. കേസ് കൊടുത്ത് കുഞ്ഞിനെ തിരിച്ചു വാങ്ങുകയായിരുന്നു. ശാലിനി പോയ കാര്യം വീട്ടിൽ ഒരു മാസത്തോളം സുധി പറഞ്ഞിരുന്നില്ല. സ്റ്റേജുകളിലെല്ലാം കൊണ്ടു നടന്നു. അതിനുശേഷം കൂടെയുള്ള ആൾ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു. സുധിയുടെ ചേട്ടത്തിയും ചേട്ടനും മോനെ എടുത്തു വരികയായിരുന്നു. അവരാണ് കിച്ചുവിനെ വളർത്തിയതെന്നും വീണ അന്ന് പറഞ്ഞു. കുഞ്ഞായ കിച്ചുവിനോടും അമ്മ ഉപേക്ഷിച്ചു പോയതാണ് എന്ന ചിന്തയാണ് കൊല്ലം സുധി നൽകിയത്. അമ്മയോട് ഈ ദേഷ്യം കിച്ചുവിനുണ്ടായിരുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം ജീവനൊടുക്കുകയായിരുന്നു ശാലിനി. അമ്മ മരിച്ചപ്പോൾ കിച്ചു പോയി കണ്ടിട്ടുമില്ല. രേണു സുധിയാണ് ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞത്. അമ്മയെക്കുറിച്ച് അവൻ സംസാരിച്ചിട്ടില്ല. മരിച്ച അന്ന് പോലും അവൻ സംസാരിച്ചിട്ടില്ല.
അവൻ കമ്പ്യൂട്ടറിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ മരിച്ച കാര്യം അവനോട് പറഞ്ഞു. മോനെ, പോകണമെങ്കിൽ നിനക്ക് പോകാം, ഞാൻ വരാമെന്ന് പറഞ്ഞു. അമ്മ മരിച്ചില്ലല്ലോ, അമ്മ ഇവിടെ നിൽക്കുകയല്ലേ, നിങ്ങൾ എല്ലാവരും ഇറങ്ങി പൊയ്ക്കോ, ഞാൻ ബാക്കി ഗെയിം കളിക്കട്ടെ എന്നാണ് അവൻ മറുപടി നൽകിയതെന്നും രേണു എന്ന് പറഞ്ഞു. രേണുവിനെ സുധി വിവാഹം ചെയ്തപ്പോൾ അമ്മയായി കിച്ചു സ്വീകരിച്ചു. ഞാൻ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ പഴയ അലമാര മാറ്റണമെന്ന് കിച്ചു പറഞ്ഞു. ആ അലമാര എടുത്തു മാറ്റി സുധി ചേട്ടനെ കൊണ്ട് പുതിയ അലമാര വാങ്ങിപ്പിച്ചു. അത് അവരുടെ അലമാരയായിരുന്നു. അതിവിടെ വേണ്ട, എന്റെ അമ്മ ഇതാണെന്ന് കിച്ചു പറഞ്ഞു. അന്ന് അവന് 12 വയസ്സേ ഉള്ളൂ. അലമാരയിൽ ബൈബിൾ ഉണ്ടായിരുന്നു. കിച്ചുവിന് കൊടുത്ത കളിപ്പാട്ടും അതൊക്കെ അവൻ കളയുന്നത് കണ്ടിട്ടുണ്ടെന്നും രേണു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ നടക്കുന്ന രേണു കിച്ചു സുധി വിവാദത്തിൽ പ്രതികരിച്ച് റീൽസ് താരം ജാസിയും രംഗത്തെത്തിയിരുന്നു. തനിക്ക് വ്യക്തിപരമായി രേണുവിനെ അറിയാമെന്നും കിച്ചുവിനോട് അവർക്കുള്ള സ്നേഹവും കരുതലും താൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണെന്നും ജാസി പറയുകയുണ്ടായി. എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നതിനാൽ രേണു കരച്ചിലാണെന്നും ജാസി പറയുന്നു. എത്ര വർഷമായി രേണു സുധി എന്ന് പറഞ്ഞ ആളുകൾ ആ സ്ത്രീയെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട്? എന്തിനാണ് ഒരാളോട് ഇങ്ങനെ ആളുകൾ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വ്യക്തിപരമായി എനിക്ക് രേണു ചേച്ചിയെ അറിയാം. ഇത്രത്തോളം ഫേമസ് ആകും മുമ്പ് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ദുബായിൽ പെർഫ്യൂം ഷോപ്പ് നടത്തിയിരുന്ന സമയത്താണ് സൗഹൃദം ആരംഭിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളെല്ലാം വെറും നുണയാണ്. രേണു ചേച്ചി കിച്ചുമോനെ എങ്ങനെയാണ് കാണുന്നതെന്ന് വളരെ വ്യക്തമായി എനിക്കറിയാം. കിച്ചുവിന്റെ സ്വന്തം അമ്മയല്ല, ഒന്നാനമ്മയോ രണ്ടാനമ്മയോ അല്ല, മൂന്നാം അമ്മയാണ്. ചേച്ചി മോനെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് കണ്ട വ്യക്തിയാണ് ഞാൻ. എന്റെ ഫ്രണ്ടാണ് രേണു ചേച്ചിയുടെ ഇപ്പോഴത്തെ മാനേജർ കരിഷ്മ. അവിടെ വീട്ടിൽ ഞാനും രേണു ചേച്ചിയും എല്ലാം ഒത്തുകൂടാറുണ്ട്. ആ സമയത്ത് കിച്ചു വിളിക്കുകയും സംസാരിക്കുകയും ആവശ്യത്തിന് ക്യാഷ് രേണു ചേച്ചി ഇട്ട് കൊടുക്കാറുമെല്ലാം ഉണ്ട്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. ആൾക്കാർ കരുതുന്നത് പോലെ 200, 300, 400 ഒന്നുമല്ല. അത്യാവശ്യം നല്ല സംഖ്യയാണ് രേണു ചേച്ചി ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നത്. ചോദിക്കുമ്പോൾ ക്യാഷ് ഇട്ട് കൊടുക്കുക മാത്രമല്ല, എന്താവശ്യത്തിനാണ് ആ പണം ഉപയോഗിക്കുന്നതെന്ന് കൂടി ചോദിക്കണമെന്ന് ഞങ്ങൾ ചേച്ചിയോട് പറയാറുണ്ട്. കുട്ടികൾ ചോദിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ പണം മിസ്യൂസ് ചെയ്യുമെന്നും ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു. അപ്പോഴെല്ലാം ചേച്ചി പറഞ്ഞത് കിച്ചു അങ്ങനെ പോകുന്ന കുട്ടിയല്ലെന്നാണ്. ഇത്രയും വിവാദങ്ങൾ നടക്കുമ്പോഴും ചേച്ചി കിച്ചുവിനെ കുറ്റം പറയുന്നില്ലല്ലോ. ആരെങ്കിലും പണം കൊടുത്ത് നിർബന്ധിച്ച് കിച്ചുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാകുമെന്നാണ് ചേച്ചി പറയുന്നത്. ഞാൻ ചേച്ചിയെ വിളിച്ചിരുന്നു. ഭയങ്കര സങ്കടത്തിലാണ്, കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂടി ഓരോന്ന് പറഞ്ഞ് രേണു ചേച്ചിയെ കൊല്ലുമെന്നാണ്. അവർ അതുപോലെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നും ജാസി പറയുന്നു. അച്ഛന്റെ പങ്കാളികൾ കാരണം താൻ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടെന്നും ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് കിച്ചു വെളിപ്പെടുത്തിയത്. മാത്രമല്ല, അച്ഛൻ മരിച്ച സമയത്ത് രേണുവിന്റെ കുടുംബം ചെയ്ത പ്രവൃത്തികൾ തന്നെ കൂടുതൽ തളർത്തിയെന്നും കിച്ചു വെളിപ്പെടുത്തിയിരുന്നു. കിച്ചുവിന്റെ ആരോപണങ്ങളെല്ലാം രേണു തള്ളിക്കളയുകയാണ് ചെയ്തത്. മാത്രമല്ല, ആരോപണം കൊടുത്ത് കിച്ചുവിനെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണെന്നും രേണു പറഞ്ഞിരുന്നു. ദുബായിൽ പ്രൊമോഷനായി രേണു പോയ സമയത്തായിരുന്നു കിച്ചുവിന്റെ വെളിപ്പെടുത്തൽ. മൂന്നാനമ്മയ്ക്കും കുടുംബത്തിനും എതിരെ സംസാരിച്ചതുകൊണ്ട് ഇനി സഹോദരൻ ഋതുലിനെ തനിക്ക് കാണാൻ കഴിയുമോ എന്ന് അറിയില്ലെന്ന ആശങ്കയും കിച്ചു പങ്കുവച്ചിരുന്നു. പഠനത്തിനിടയിൽ യൂട്യൂബ് ബ്ലോഗിങ്ങും വഴിയും തന്റെ ചിലവിനുള്ള വരുമാനം കിച്ചു കണ്ടെത്തുന്നുണ്ട്. രേണു ഇപ്പോൾ ലക്ഷങ്ങളാണ് മാസം സമ്പാദിക്കുന്നത്.